മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിന്റെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയത് വലിയൊരു തിരിച്ചടിയാണോ? ഇത് കോടതിയുടെ ഒരു സ്വാഭാവിക നടപടിയല്ലേ? ശരിയാണ്, അങ്ങനെ പറയാം. പക്ഷേ ഒട്ടും സ്വാഭാവികമല്ലാത്ത, ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഈ കേസിലുണ്ടല്ലോ. പാർട്ടി നേതാക്കളുടെ മക്കൾക്കെതിരെ ആരോപണം വന്നാൽ അവര് തന്നെ തെളിയിക്കട്ടെ എന്ന പതിവ് ശൈലി വിട്ട് CPM നേരിട്ട് മറുപടി പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഉത്തരം അറിയുന്നയാൾ ഇതുവരെ വാ തുറന്നിട്ടില്ല. ഈ കേസ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ ആർക്കും തോന്നുന്ന സംശയങ്ങൾ നിരവധിയാണ്. ഇന്ന് തന്നെ നോക്കൂ. കാനഡ ആസ്ഥാനമെന്ന് പറയുന്ന ഒരു കമ്പനിയിലെ 4 ജീവനക്കാരിൽ ഒരാൾ എക്സാലോജിക് MD ആയ T വീണയാണ് എന്ന വാർത്ത പുറത്തു വരുന്നു. 2023 ഈ കമ്പനി തുടങ്ങിയതെന്ന് രേഖകളിൽ പറയുന്നു. അതായത് 2022 എക്സാലോജിക് മരവിപ്പിച്ച ശേഷം. മാസപ്പടി കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് ആണ് ഈ വിവരം ആദ്യം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ഇതിലും എന്താണ് തെറ്റെന്ന് ചോദിക്കാം. ശരിയാണ്, ആർക്കും എവിടെയും നിയമാനുസൃതം സംരംഭങ്ങൾ തുടങ്ങാം. പക്ഷെ ആ വാർത്ത പുറത്തു വന്ന് 2 ദിവസം കഴിയുമ്പോൾ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ പേരും ചിത്രവും അപ്രത്യക്ഷമാകുന്നത് എങ്ങനെയാണ്? നിയമാനുസൃതമെങ്കിൽ എന്തിനാണ് തിരുത്തലുകൾ വരുത്തുന്നത്? ആരോപണങ്ങൾ വരുമ്പോൾ വിവരങ്ങളും പേരും മാഞ്ഞു പോകുന്ന അത്ഭുത വിദ്യ കേസിൽ ഇതാദ്യത്തെ സംഭവമല്ല. ജെയ്ക്ക് ബാലകുമാർ എന്ന പേര് ആരും മറന്നു കാണില്ലല്ലോ. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഡയറക്ടർ ജെയ്ക്ക് എക്സാലോജിക്കിന്റെ മെന്റർ ആണെന്ന ആരോപണം വന്നപ്പോഴും കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് പേരുകൾ അപ്രത്യക്ഷമായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ സ്പേസ് പാർക്കിലെ നിയമനം നടത്തിയത് കൺസൾട്ടൻസി കമ്പനിയായ PwC ആണെന്ന ആരോപണം പൊങ്ങിവന്ന ഘട്ടത്തിലായിരുന്നു ആ മാഞ്ഞുപോകൽ. CMRൽ നിന്ന് 1.72 കോടി രൂപ വീണയും കമ്പനിയും കൈപ്പറ്റിയെന്ന് ഇരു കൂട്ടരും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ചെയ്ത സേവനം എന്താണെന്ന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം. മാധ്യമങ്ങളോടോ പൊതുജന മധ്യത്തിലോ അല്ല, അന്വേഷണ സംഘത്തിന് മുന്നിലാണ് വീണ മറുപടി പറയേണ്ടതെന്നാണല്ലോ പാർട്ടി പ്രതിരോധം. പക്ഷേ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളിൽ നിന്നും വീണ ഒഴിഞ്ഞു മാറിയെന്നാണ് കർണാടക ROC റിപ്പോർട്ടിൽ പറയുന്നത്. വീണയുടെ കമ്പനി കൊടുത്ത രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് SFIO അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതി വിധി. ഇനി മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്ന് പറഞ്ഞ് എത്ര നാൾ കൂടി പ്രതിരോധിക്കും? ആ പ്രതിരോധ കോട്ടയ്ക്ക് ഉറപ്പു പോരാത്തതിന്റെ കാരണം വീണ ഇപ്പോഴും തുടരുന്ന മൗനവും വിവരങ്ങൾ മാഞ്ഞു പോകുന്ന ആ പ്രത്യേകതരം ആക്ഷനും കൊണ്ടാണ്.